Hi dears, welcome to You and Me Learning. കൂട്ടുകാരെ, ഇവിടെ നോക്കൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ചിത്രം കണ്ടിട്ട്? ഒരു ചെറിയ ആൺകുട്ടിയല്ലേ? അവൻ ഹാപ്പിയാണോ? അല്ല, ആകെ ഗ്ലൂമിയാണ് അല്ലേ? ലുക്ക് അറ്റ് ദ ബോയ് ഇൻ ദ പിക്ചർ. എന്ത് തോന്നുന്നു? യെസ്, ഹീസ് എലോൺ അല്ലേ? അവൻ തനിച്ചാണ്. ഹി ഹാസ് നോ ഫ്രണ്ട്സ്. ഒരു കൂട്ടുകാരൊന്നുമില്ല, തനിച്ചവനിങ്ങനെ നടന്നു പോവുകയാണ് അല്ലേ? സോ ഹീസ് ലോൺലി അല്ലേ? ഒറ്റയ്ക്കാണ്, ഏകനാണ്. Dear students, this is the first chapter of 5th unit of 7th standard students. 5th unit's title is this Light and Shade, and here we are going to see the lonely child and the puppy. Today's new words. ചിത്രത്തിലെ കുട്ടി ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നിയിരുന്നു അല്ലേ? ഹാവ് യു എവർ ഫെൽറ്റ് ലോൺലി? സംടൈംസ് അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ചിലർക്കോ ഒട്ടും തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. വാട്ട് ഡു യു ഡു വെൻ യു ആർ ലെഫ്റ്റ് അലോൺ? നമ്മൾ തനിച്ചാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ ചില ഹോബീസിൽ ഏർപ്പെടും അല്ലേ? അങ്ങനെയാണ് നമ്മൾ നമ്മുടെ തനിച്ചുള്ള ഏകാന്തമായ നിമിഷങ്ങളെ സ്പെൻഡ് ചെയ്യേണ്ടത്. 7ാം ക്ലാസ്സിലെ ഈ 5ാമത്തെ യൂണിറ്റ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, വെളിച്ചവും നിഴലും വെളിച്ചവും എന്നുള്ള ഈ യൂണിറ്റിൽ കുട്ടികൾ എത്തിച്ചേരേണ്ടത് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ള ഒരു കഴിവിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടോപ്പിക്ക് വെച്ചിട്ട് അതിനെ സ്ക്രിപ്റ്റാക്കി എഴുതി 7 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് അവർ സ്ക്രിപ്റ്റ് എഴുതി അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 5ാമത്തെ യൂണിറ്റ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. ദ ലോൺലി ചൈൽഡ് ആൻഡ് ദ പപ്പി നമുക്ക് നോക്കാം. ലോൺലി ചൈൽഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഏകനായ ഒരു കൊച്ചുകുട്ടി, കൂടാതെ ഒരു നായ്ക്കുട്ടിയും. നരേറ്റർ 1. Once upon a time in a big city there lived a little boy. A little boy was he. അപ്പോൾ ഒന്നാമൻ വിവരിക്കുകയാണ് എന്താണ്? ഒരു വലിയ നഗരത്തിൽ ഒരിക്കൽ ഒരു ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. നരേറ്റർ 2. ഹി ഹാഡ് നോ ജോയ് നോ ഫൺ. ഒരു സന്തോഷമോ ഒരു കളിച്ചിരികളോ ഇല്ലാത്ത കുട്ടി. നരേറ്റർ 3. മൂന്നാമൻ വിവരിക്കുകയാണ് ഹി ലീവ്ഡ് വിത്ത് ഹിസ് ഫാദർ ആൻഡ് മദർ. അവൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് ജീവിച്ചിരുന്നത്. നരേറ്റർ 1 വീണ്ടും വരിക. അപ്പോൾ 3 നരേറ്റേഴ്സാണുള്ളത്, 3 പേരാണ് വിവരിക്കുന്നത്. നരേറ്റർ 1 പറയുകയാണ് സ്റ്റിൽ ഹി വാസ് ലോൺലി, എ ലോൺലി ബോയ് വാസ് ഹി. അവൻ പാരൻസിൻ്റെ കൂടെയാണ് കഴിയുന്നത്, എങ്കിലും അവൻ ഏകനാണ്, ആരുമില്ല. നരേറ്റർ 2 പറയുന്നത് ദ ഡേയ്സ് വർ ലോങ് ആൻഡ് ടീഡിയസ്. ദ ഡേയ്സ് എന്ന് പറഞ്ഞാൽ പകലുകൾ ദീർഘമായി വിരസമായി ഇരിക്കുന്നു. പകലുകളെല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടത് അവസാനിക്കാത്ത പോലെ ദീർഘമായ പകലുകളും വിരസമായ ദീർഘമായ പകലുകൾ. നരേറ്റർ 3 പറയാണ് ദ നൈറ്റ്സ് വർ ഡാർക്ക് ആൻഡ് ഡൾ. പകലുകൾ ഇങ്ങനെയാണെങ്കിൽ രാത്രിയോ ഇരുട്ട് നിറഞ്ഞ ഒട്ടും സന്തോഷമില്ലാത്ത രാത്രികൾ. നരേറ്റർ 1 ഹി ലോങ്ഡ് ഫോർ എ ഗുഡ് ഫ്രണ്ട്. അവനൊരു സുഹൃത്തിനെ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. നരേറ്റർ 2 ഹി ട്രൈഡ് ആൻഡ് ട്രൈഡ് ബട്ട് ഓൾ ഇൻ വെയിൻ. അവൻ ഒരുപാട് ശ്രമിച്ചു, ബട്ട് ഓൾ ഇൻ വെയിൻ. ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ വെറുതെയായി, അവൻ്റെ ശ്രമങ്ങളൊക്കെ പാഴായി. ഹി ഡിഡിൻ ഗെറ്റ് എ ഗുഡ് ഫ്രണ്ട്. അവന് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയില്ല. ബോയ് പറയാണ്, ഇനി ബോയ് നമ്മുടെ കഥാപാത്രം പറയാണ് ഐ ആം ജസ്റ്റ് എ ലോൺലി ലാഡ്. ഞാനൊരു ഏകനായ കുട്ടിയാണ്. ലാഡ് കുട്ടി. അമിഡ്സ്റ്റ് ഇടയിൽ. ദ ഹ്യൂ ആൻഡ് ക്രൈ എല്ലാ കരച്ചിലിൻ്റെയും ബഹളങ്ങളുടെയും ഒച്ചപ്പാടും ബഹളത്തിൻ്റെ ഇടയിൽ. മൈ ഹാർട്ട് ലോസ്റ്റ് ആൻഡ് സാഡ്. എൻ്റെ ഹൃദയം ദുഃഖഭാരത്താൽ നഷ്ടപ്പെട്ടു പോയി. ഐ എം ജസ്റ്റ് എ ലോൺലി ബോയ്. ഞാൻ ഏകനായ ഒരു ആൺകുട്ടിയാണ്. ലോസ്റ്റ് സംവേർ ഇൻ ടൈം. ഏതോ സമയത്ത് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഏകനായ ഒരു കുട്ടി.
ഇപ്പോൾ നരേറ്റർ 1 നരേറ്റ് ചെയ്യാണ്. വൺ ഡേ ഹി വാസ് കമ്മിങ് ബാക്ക് ഫ്രം സ്കൂൾ. ഒരു ദിവസം അവന് സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നരേറ്റർ 2 ഹി സോ എ സ്മോൾ പപ്പി ഓൺ ദ പേവ്മെൻറ്റ് ഓഫ് ദ സ്ട്രീറ്റ്. തെരുവിൻ്റെ നടപ്പാതയിൽ ഒരു ചെറിയ നായ്ക്കുട്ടീനെ ഈ നമ്മുടെ ആൺകുട്ടി കണ്ടു. ബോയ് ആ ക്യൂട്ട് പപ്പി, എ ലവ്ലി പപ്പി. കണ്ട പാടെ തന്നെ അവന് ഇഷ്ടമായി. അവൻ പറഞ്ഞു, എന്ത് മനോഹരമായ, എന്ത് നല്ല പട്ടിക്കുട്ടി. നരേറ്റർ 3 പറയാണ്, ഹി വെൻറ്റ് നിയർ ദ പപ്പി ആൻഡ് കെയറസ്റ്റ് ഇറ്റ്. അവിടെ ചെന്നിട്ട് അതിനെ ഓമനിച്ചു എന്നാണ് പറയുന്നത്. കെയറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമനിച്ചു. ബോയ് മൈ ഡിയർ പപ്പി, ആർ യു ലോൺലി ടു. അവന് പെട്ടെന്ന് തന്നെ ഈ പട്ടിക്കുട്ടിയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ആ പട്ടിക്കുട്ടിയും അവനെ പോലെ ഏകനാണ് എന്ന് അവന് തോന്നി. നീയും ഏകനാണോ? നരേറ്റർ 1 പറയാണ്, സം പാസേഴ്സ് ബൈ ആസ്ക്ഡ്. അതിൽ കൂടെ നടന്ന കാൽനട യാത്രക്കാർ ഇതിൽ കുറച്ച് പേര് ചോദിച്ചു, പാസർ ബൈ 1 വേർ ഇസ് ഇറ്റ്സ് മദർ. എവിടെയാണോ ഇതിൻ്റെ തള്ളപ്പട്ടി? പാസർ ബൈ 2 അവർ രണ്ടാമത്തെ കാൽനടക്കാരൻ പറയാണ്, ഓ ഇറ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് മദർ. ഓ അതിൻ്റെ തള്ളപ്പട്ടീനെ നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ബോയ് ലോസ്റ്റ് ഇറ്റ്സ് മദർ ബട്ട് ഹൗ. അയ്യോ അമ്മയെ നഷ്ടപ്പെട്ടു എന്നോ, തള്ളപ്പട്ടീനെ നഷ്ടപ്പെട്ടു എന്നോ? അയ്യോ എങ്ങനെയാണാവോ? പാസർ ബൈ 1 പറയാണ്, ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഓൾവേസ് അലോൺ. അതെനിക്കറിയില്ല, തള്ളപ്പട്ടി ഇങ്ങോട്ട് പോയെന്ന് അറിയില്ല, ഇതെപ്പോഴും ഇവിടെ തനിച്ച് കാണാം. പാസർ ബൈ 2 നോ മദർ ടു ഫീഡ് ഇറ്റ്, പുവർ പപ്പി. പക്ഷെ ഒരു തള്ളപ്പട്ടിയില്ല അതിനെ നോക്കാനായിട്ട്, അതിനെ ഫീഡ് ചെയ്യാനായിട്ട്. പാവം പട്ടിക്കുട്ടി. ബോയ് പറയാണ്, ഓ ഡിയർ ആർ യു ഹംഗ്രി, ഐ ഹാവ് സം ബിസ്ക്കറ്റ്സ് ഇൻ മൈ സ്നാക്ക് ബോക്സ്, വുഡ് യു ലൈക്ക് ഇറ്റ്. അയ്യോ നിനക്ക് വിശക്കുന്നുണ്ടോ? എൻ്റെ സ്നാക്ക് ബോക്സിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, ഞാനത് നിനക്ക് തരാം, നിനക്ക് ഇഷ്ടമാണോ? നരേറ്റർ 1 പറയാണ്, ഹി ഗേവ് ദ പപ്പി സം ബിസ്ക്കറ്റ്സ്. അവൻ കുറച്ച് ബിസ്ക്കറ്റ് ആ പട്ടിക്കുട്ടിക്ക് കൊടുത്തു. നരേറ്റർ 2 ദ പപ്പി ഹാസ് ബീൻ സ്റ്റാർവിങ് ഫോർ സം ഡേയ്സ്. കുറച്ച് ദിവസമായിട്ട് പട്ടിണി കിടക്കായിരുന്നു. സ്റ്റാർവിങ് പട്ടിണി കിടക്കുക. അപ്പോൾ പട്ടിക്കുട്ടി എന്തായിരിക്കും? മൊത്തം കഴിച്ചിട്ടുണ്ടാവും. ബോയ് പപ്പി മൈ ബിസ്ക്കറ്റ്സ് ആർ ഓവർ. ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞുല്ലോ. ഡോണ്ട് വറി, ഐ വിൽ ഗീവ് യു മോർ ടുമോറോ. സാരമില്ല, നാളെ ഞാൻ കുറച്ച് കൂടുതൽ നിനക്ക് തരാം. നൗ ഐ വിൽ ലീവ് യു. ഇപ്പോൾ നിന്നെ എനിക്കിവിടെ വിട്ടിട്ട് പോയേ പറ്റൂ. ബൈ ബൈ മൈ ലിറ്റിൽ പപ്പി. പോട്ടെ, ടാറ്റ പറഞ്ഞ് കുട്ടി അവിടെ നിന്ന് പോവാണ്. ലുക്ക് അറ്റ് ഹിയർ. നരേറ്റർ 1 ദ ബോയ് ലെഫ്റ്റ് ദ പപ്പി ദർ ആൻഡ് വാക്ക്ഡ് അവേ. കുട്ടി ആ പട്ടിക്കുട്ടീനെ അവിടെ ഇട്ടിട്ട് നടന്നുപോയി. നരേറ്റർ 2 ബട്ട് വിൽ ദ പപ്പി ലീവ് ഹിം. പക്ഷേ പട്ടിക്കുട്ടി അവനെ വിട്ടിട്ട് പോകുമോ? നോ. നരേറ്റർ 3 സേസ്, ഓ നോ, നെവർ നെവർ, ഒരിക്കലുമില്ല. നരേറ്റർ 1 ഇറ്റ് ഫോളോഡ് ദ ബോയ്. പട്ടിക്കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടീനെ പിന്തുടർന്നു. നരേറ്റർ 2 ഇറ്റ് ഫോളോഡ് ദ ബോയ് ഓൾ ദ വേ ഹോം. വീട് വരെ പട്ടിക്കുട്ടിയുടെ പിന്നാലെ നടന്നു. നരേറ്റർ 1 അറ്റ് ഹോം ഹിസ് മദർ വാസ് ദർ അറ്റ് ദ ഡോർ. വീട്ടിൽ അമ്മ വാതിൽക്ക് തന്നെ ഉണ്ടായിരുന്നു. മദർ സ്റ്റോപ്പ് യു നോട്ടി ബോയ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഡേർട്ടി പപ്പി. അമ്മ ചോദിക്കുകയാണ്, അവിടെ നിന്നേ, നീ കുറുമ്പ അവിടെ നിൽക്കൂ, നിനക്ക് എവിടെ നിന്നാണ് ഈ വൃത്തികെട്ട പട്ടിക്കുട്ടീനെ കിട്ടിയത്? ബോയ് ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ സ്ട്രീറ്റ്. എനിക്കിത് തെരുവിൽ നിന്നാണ് അമ്മേ. അ പുവർ ക്യൂട്ട് പപ്പി, പാവപ്പെട്ട നല്ല ഭംഗിയുള്ള പട്ടിക്കുഞ്ഞ്. മദർ വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹിയർ. എന്തിനാണ് നീ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ബോയ് മോം ഐ ലവ് ദിസ് പപ്പി വെരി മച്ച് ആൻഡ് ഐ വാണ്ട് ടു കീപ്പ് ഇറ്റ് ആസ് മൈ പെറ്റ്. അമ്മ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഇതിനെ എൻ്റെ ഓമന മൃഗമായിട്ട് വളർത്തിക്കോട്ടെ. മദർ ടു കീപ്പ് എ സ്ട്രീറ്റ് ഡോഗ് ആസ് യുവർ പെറ്റ്. തെരുവ് പട്ടീനെ ഓമനയായിട്ട് ഇവിടെ വളർത്താനോ? നോ 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 നോ, ത്രോ ഇറ്റ് അവേ ഐ സേ. എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നു. ഞാനാണ് പറയുന്നത്, എവിടെയെങ്കിലും കൊണ്ടേ കളയാം. നരേറ്റർ 1 ആൻഡ് ദ ബോയ് ബിക്കെയിം സാഡ്. കുട്ടിക്ക് ആകെ സങ്കടമായി. നരേറ്റർ 2 മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് അഫ്രൈഡ്. ദ ലോൺലി ബോയ് സിറ്റ്സ് വിത്ത് എ ഗ്രേ ക്ലൗഡ് അബവ് ഹിസ് ഹെഡ്, സൈലൻ്റ്ലി സ്നിഫ്ലിംഗ് ടു ഹോൾഡ് ദ ടിയേഴ്സ്. എന്താണ് ഇവിടെ നരേറ്റർ 2 പറയുന്നത്? ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ, മിസ്അണ്ടർസ്റ്റുഡ്, അഫ്രൈഡ്, പേടിച്ച്. ഈ ഏകനായ കുട്ടി, അവൻ്റെ തലയ്ക്ക് മുകളിൽ നരച്ച മേഘങ്ങൾ കാണപ്പെട്ടു. കരയാൻ പാകത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യാൻ പാകത്തിന് മേഘങ്ങൾ കാണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടിക്കരയുമെന്നുള്ള രീതിയിൽ കുട്ടി അവിടെ നിൽക്കുകയാണ്.
നരേറ്റർ 1. ആൻഡ് ക്യാൻ എനിബഡി ബി സാഡ് ഫോർ എവർ? ആർക്കെങ്കിലും ദുഃഖിതനായി എല്ലാ കാലത്തും ഇരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം കൂട്ടുണ്ട് അല്ലേ. ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞ ഒരു ഇറക്കമുണ്ട് എന്ന് പറയും പോലെ അല്ലേ. നരേറ്റർ 1 പറയാണ്, എല്ലാ കാലത്തും ദുഃഖിതനായിരിക്കാൻ സാധിക്കുമോ? നരേറ്റർ 2. വോണ്ട് ദർ ബി റെയിൻ ആഫ്റ്റർ എ സ്കോർച്ചിങ് സമ്മർ? അടുത്ത വേനലിന് ശേഷം മഴയുണ്ടാവില്ലേ? നരേറ്റർ 3. ആൻഡ് വോണ്ട് ദർ ബി ഡോൺ ആഫ്റ്റർ എ മോൺഫുൾ നൈറ്റ്? നനഞ്ഞ രാത്രിക്ക് ശേഷം എന്താണ്, നല്ലൊരു പ്രഭാതമുണ്ടാകില്ലേ? അതെ. അപ്പോൾ ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെ തരുന്നത് അല്ലേ. അവന് കിട്ടും നല്ലൊരു സുഹൃത്തിനെ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നരേറ്റർ 1, 2 ആൻഡ് 3 മൂന്ന് നരേറ്റേഴ്സും കൂടെ ഒരുമിച്ച് പറയാണ്, യെസ് ദ ബോയ് വിൽ ഗെറ്റ് എ ഫ്രണ്ട് വൺ ഡേ. ഒരു ദിവസം കുട്ടിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടും. എ ഫ്രണ്ട് ഫോർ ഹിം ടു ലവ് ആൻഡ് പ്ലേ. അവനെ സ്നേഹിക്കാനും അവൻ്റെ കൂടെ കളിക്കാനും പറ്റിയ നല്ലൊരു സുഹൃത്തിനെ അവന് കിട്ടുമെന്ന് പറഞ്ഞ് നല്ല ശുഭാന്ത്യമാണ് ഈ സ്ക്രിപ്റ്റിനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി 2 ആക്ടിവിറ്റീസാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ദ ബോയ് ലൗഡ് ദ പപ്പി വെരി മച്ച്. സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റിൽ നിന്നും നമ്മൾ ആ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സന്ദർഭം? ദ ബോയ് ലൗഡ് ദ പപ്പി വെരി മച്ച്. കുട്ടിക്ക് പപ്പീനെ ഒരുപാട് ഇഷ്ടമായി എന്ന് കാണിക്കുന്ന ഭാഗങ്ങൾ എഴുതണം. രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഡയറി എഴുതാനാണ്. കുട്ടിക്ക് വളരെ സങ്കടമായി. ദ ബോയ് വാസ് എക്സ്ട്രീംലി സാഡ് വെൻ ഹി ഹാഡ് ടു ലീവ് ദ പപ്പി ഫോർ എവർ. എന്നേക്കുമായി പപ്പിയെ വിട്ടുകളയണമെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിക്ക് സങ്കടമായി. ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. അവൻ അന്ന് ഡയറി എഴുതി അവൻ്റെ ആ വിഷമം ആ ഡയറിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് കാണാനുള്ളത്. സ്റ്റഡി ദ നോട്ട്സ് ഗിവൺ ഹിയർ. റൈറ്റ് ഡൗൺ ഓൾ ഓഫ് യു. നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.